LDF ഭരിക്കുന്ന പുന്നയൂർകുളത്തും പുന്നയൂരിലും UDFന് മുൻതൂക്കം. പുന്നയൂർകുളത്ത് ഇടതുമുന്നണി 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. ഗുരുവായൂർ മണ്ഡലത്തിൽ UDFന് 57,925 വോട്ട് ലഭിച്ചപ്പോൾ LDFന് 50,519 വോട്ടാണ് ലഭിച്ചത്. അതേസമയം വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് ഗുരുവായൂർ മണ്ഡലത്തിൽ 45,049 വോട്ടാണ് നേടാൻ കഴിഞ്ഞത്. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ 12,876 വോട്ടിന്റെ മേൽക്കോയ്മയാണ് UDFനുള്ളത്. പുന്നയൂർകുളം മേഖലയിലെ പുന്നയൂർ പഞ്ചായത്തും പുന്നയൂർകുളം പഞ്ചായത്തും LDF ഭരിക്കുന്ന പഞ്ചായത്തുകളാണ്. ഇവിടങ്ങളിലും വോട്ടിന്റെ കാര്യത്തിൽ UDFനാണ് ഭൂരിപക്ഷം. പുന്നയൂരിൽ 1-ാം സ്ഥാനത്തെത്തിയ UDF 11,454 വോട്ട് നേടി NDA സ്ഥാനാർത്ഥിയിൽ നിന്നും 8,003 വോട്ട് ഭൂരിപക്ഷമാണ് നേടിയത്. പുന്നയൂർകുളത്ത് LDF 6,000 വോട്ട് നേടി 3-ാം സ്ഥാനത്തേക്കും NDA സ്ഥാനാർത്ഥി 6,277 വോട്ട് നേടി 2-ാം സ്ഥാനത്തും എത്തിയപ്പോൾ UDF 7,828 വോട്ട് നേടി. UDF ഭരിക്കുന്ന വടക്കേകാട് പഞ്ചായത്തിൽ NDA സ്ഥാനാർത്ഥി 4,098 വോട്ട് നേടി. LDF 4,727 വോട്ട് നേടി. UDF 7,545 വോട്ടും പിടിച്ചു. NDA സ്ഥാനാർത്ഥിയിൽ നിന്നും 3,447 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നേടിയത്. NDA പ്രവർത്തകരുടെ ചിട്ടയായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായി 3 പഞ്ചായത്തുകളിലും വോട്ടിംഗ് ശതമാനം ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. CCTV ന്യൂസ്, പുന്നയൂർകുളം.